അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റുഡൻറ്റ് ഏറ്റവും ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. സ്വാഭാവികമായിട്ടും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കരുതുന്നത് പോലെ ഇതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും ഒന്നും അല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ നമ്മളൊരു 4 കോൺസെപ്റ്റ് ആദ്യം തന്നെ മനസ്സിലാക്കണം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടുന്നത് ഈ ഒരു 4 കോൺസെപ്റ്റ് എന്താണെന്നാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നൊരു ചാപ്റ്റർ നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടുന്നത് ഈ ഒരു 4 കോൺസെപ്റ്റ് എന്താണ്, ഇത് തമ്മിൽ എന്താണ് ബന്ധം, ഈ ഒരു കണക്ഷൻ, ഈ ഒരു 4 കോൺസെപ്റ്റ് തമ്മിലുള്ള കണക്ഷൻ കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നൊരു വൈഡ് കോൺസെപ്റ്റ് പെട്ടെന്ന് കിട്ടും. സോ ഏതാണ് ഈ 4 കോൺസെപ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട 4 കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, AS എന്ന് വിളിക്കും, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അപ്പോൾ തൽക്കാലം ഈ പേര് മാത്രം കേൾക്കുക. ഫസ്റ്റ് കോൺസെപ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇവിടെ ലെഫ്റ്റും റൈറ്റും വേറെ ഒരു വേർഡ്സും ഇല്ല, ജസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, AS എന്ന് വിളിക്കും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് IAS, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതാണ് IFRS എന്നറിയപ്പെടുന്നത്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. നാലാമത്തെ കോൺസെപ്റ്റാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതിൻ്റെ ഷോർട്ട് ഫോം IND-AS എന്നാണ്, IAS എന്നല്ല, IND-AS. കാര്യം IAS ഓൾറെഡി ഇവർ കൊണ്ടുപോയി. ഓക്കെ, സോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നൊരു ക്ലാസ് അല്ലെങ്കിൽ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പഠിച്ച് തുടങ്ങേണ്ടുന്നത് ഇങ്ങനൊരു 4 കോൺസെപ്റ്റ് ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും വഴിയെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രധാനമായിട്ടും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ട് 4 കോൺസെപ്റ്റ് ഉണ്ട്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇങ്ങനെ 4 കാര്യങ്ങൾ ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, വേണമെങ്കിൽ ഈ 4 കാര്യം ഒന്ന് എഴുതി വെച്ചേക്കാം. 4 കോൺസെപ്റ്റ് ഉണ്ട്. ജസ്റ്റ് ഇപ്പം നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഫീച്ചേഴ്സ് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ആദ്യം അതൊന്നുമല്ല പഠിക്കേണ്ടത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് കയറി പഠിക്കണമെങ്കിൽ ഇത് 4ഉം എന്താണെന്ന് മനസ്സിലായിരിക്കണം. അങ്ങനെ മനസ്സിലാവാതെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് മനസ്സിലാവാനേ പോകുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് 4 കോൺസെപ്റ്റ് ഉണ്ടെന്ന് അറിയുക. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇനി ഇത് 4ഉം എന്താണെന്ന് ബ്രീഫായിട്ടൊന്ന് മനസ്സിലാക്കിക്കോ. ഫസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, വെറും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് AS എന്ന് വിളിക്കും. നോക്കൂ, ഈ AS എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ഓൾഡർ വെർഷൻ ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. നമ്മൾ ഏകദേശം 1970കളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഫോർമുലേറ്റ് ചെയ്ത ഇന്ത്യയുടെ ഓൾഡർ വെർഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് വെറും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ തൽക്കാലം ഇത്രയൊന്ന് മനസ്സിലാക്കുക. വെറും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അഥവാ AS എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഓൾഡർ വെർഷനാണ്. നമ്മളൊരു 1970കളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഇവരാണിത് ഫോർമുലേറ്റ് ചെയ്തത്. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് മാത്രം പറഞ്ഞാൽ അത് ഇന്ത്യ ഫോളോ ചെയ്യുന്ന നമ്മുടെ ഓൾഡർ വെർഷനാണ്. എന്ന് മുതലാണ്? ഏകദേശം 1970കൾ മുതൽ ഇന്ത്യയിലെ കമ്പനികൾ ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ ജസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. അന്ന് അതിന് പേരിട്ടിരിക്കുന്നത് ഇങ്ങനായിരുന്നു, വെറും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അപ്പോൾ AS എന്ന് പറഞ്ഞാൽ എന്താണ്? AS മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ത്യയുടെ ഓൾഡർ വെർഷനാണ്. AS എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ കമ്പനികൾ പണ്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഓൾഡർ വെർഷനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് മാത്രം വിളിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, ഈ IAS. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി ഉള്ള ഓൾഡർ വെർഷനായിരുന്നു. ഏകദേശം 1973 ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ്റർനാഷണലി അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്ന പഴയ വെർഷനാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണലി എല്ലാ രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്ത, ലോകത്താകമാനമുള്ള എല്ലാ രാജ്യങ്ങളും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്ത ഓൾഡർ വെർഷനാണ്, പഴയ വെർഷനാണ് ഈ IAS എന്ന് പറയുന്നത്. അത് 1973 മുതലാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് കേട്ടോ, ഈ പറയുന്ന ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2001 ആയപ്പോൾ അവസാനിച്ചു. 2001 ശ്രദ്ധിച്ച് കേൾക്കണം, 2001
ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്നത്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്നതിനെ പിരിച്ചു വിട്ടിട്ട് പകരം ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് വന്നു. അപ്പോൾ 2001 കൂടി ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന കോൺസെപ്റ്റ് തീർന്നു. ഇത് അവസാനിച്ചു. 1973 മുതൽ ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വന്നൊരു സംഭവമാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അതൊക്കെയാണല്ലോ. അത് 2001 ആയപ്പോൾ ഒബ്സലേറ്റായി. 2001 പകരം ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് രൂപീകരിച്ചു. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് രൂപീകരിച്ചിട്ട് അവർ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന് പകരം ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരുന്നു. ചുരുക്കി പറഞ്ഞാൽ IFRS എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ 2001 മുതലുള്ള പുതിയ രൂപമാണെന്ന് പറയാം. കണക്ഷൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് 2001 കൂടി IFRS ആയിട്ട് മാറിയത്. മാത്രവുമല്ല, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് രൂപീകരിച്ച ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി എന്ന സംഘടന എന്തായിട്ട് മാറി? ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡായിട്ട് മാറി. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ. ഇത് രണ്ടും ഇതിൻ്റെ പുതിയ രൂപമാണിത്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1973 മുതൽ 2001 വരെ ലോകത്താകമാനം നിലവിലുണ്ടായിരുന്നു. 2001 കൂടി ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇല്ലാതാക്കിക്കൊണ്ട് എന്ത് പുതിയതായിട്ട് വന്നു? ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്ത് തന്നെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. സോ ഇന്ന് ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്ന, ലോകത്തെ എല്ലാ രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IFRS ആണ്. ഇപ്പോൾ 2001 മുതൽ ലോകത്താകമാനമുള്ള 140-ലധികം രാജ്യങ്ങൾ ഈ IFRS ആണ് അതേപടി ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ ഇതാണ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് പുതിയ രൂപത്തിൽ IFRS ആയിട്ട് വരുന്നത്. ഇന്ന് ലോകത്ത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇല്ലെന്ന് തന്നെ പറയാം. ഇന്ന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ലോകമാകമാനം ഒരുപോലെ അംഗീകരിക്കുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡാണ്. ഓക്കെ ആണല്ലോ. എന്നാൽ ഈ IFRS അതുപോലെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ ഇന്ത്യ തയ്യാറായില്ല. IFRSനെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന് പറയുന്ന കണക്ക് IFRS അതേപടി കോപ്പി പേസ്റ്റ് ചെയ്യാൻ നമ്മൾ ഓക്കെ അല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ലേ? ഇന്ത്യയിൽ നിലവിലുള്ളത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ലേ? ആ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും IFRSും കൂടെ ഒരുമാതിരി മെർജ് ചെയ്യുന്ന കണക്ക്. അതായത് IFRSിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്. IFRS അതുപോലെ എടുക്കുന്നതുമില്ല, AS അതുപോലെ നിർത്തുന്നതുമില്ല. ഒരു പുതിയ രൂപം IFRS കൺവേർജൻസ് എന്ന് പറയും. IFRSിൽ നിന്ന് ഈ പറയുന്ന ഒരു കുറച്ച് ഭാഗങ്ങളായി നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഓക്കെ ആവുന്നത് പോലെ IFRSനെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിലേക്ക് ഒന്ന് മിക്സ് ചെയ്തപ്പോഴാണ് ഇന്ന് ഇന്ത്യ ഫോളോ ചെയ്യുന്നതാണ് IND AS എന്ന് പറയുന്നത്. സോ ഇന്ത്യയുടെ പുതിയ വെർഷനാണ്, ഇൻ്റർനാഷണലിൻ്റെ പുതിയ വെർഷൻ. IFRS അതേപോലെ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തില്ല. ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തുള്ള കമ്പനികളിൽ IFRS ആസ് സച്ച് അങ്ങ് കോപ്പി ചെയ്യാൻ സമ്മതിച്ചില്ല. പകരം നമ്മൾക്ക് നിലവിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനൊപ്പം IFRSും കൂടെ കൺവേർജ് ചെയ്തു. IFRS കൺവേർജൻസ് എന്ന് പറയും. അഡോപ്ഷൻ അല്ല, അഡാപ്റ്റേഷനാന്ന് പറയും. നമ്മൾ അതുപോലെ ഇനി ദത്തെടുത്തതല്ല, നമ്മളതിനെ അഡാപ്റ്റ് ചെയ്തു. IFRSിൻ്റെ നല്ലതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് IFRSനെ മാറ്റിയെടുത്തു. അതാണ് ശരിക്കും IND AS എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് 2015 മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഇൻ കൊളാബറേഷൻ വിത്ത് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി NFRA ഇവർ രണ്ടും കൂടെ ചേർന്നാണ് 2015 കൂടി ഇന്ത്യയിൽ IND AS കൊണ്ടുവന്നത്. IND AS. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, IND AS വന്നതോടുകൂടി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇന്ത്യയിൽ അവസാനിച്ചു എന്ന് പറയരുത്. കാര്യം ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇന്ന് ഇന്ത്യയിലെ ചെറിയ കമ്പനികളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ ലിസ്റ്റഡ് കമ്പനീസും, ശ്രദ്ധിച്ച് കേട്ടോ, ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള എല്ലാ ലിസ്റ്റഡ് കമ്പനീസും കൂടാതെ 500 കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള എല്ലാ വലിയ കമ്പനീസും, വലിയ കമ്പനികൾ എന്ന് പറയാം, എല്ലാ ലിസ്റ്റഡ് കമ്പനീസും 500 കോടിക്ക് മുകളിൽ വിറ്റുവരവുള്ള, അതിപ്പോൾ അൺലിസ്റ്റഡ് ആണെങ്കിലും 500 കോടിക്ക് മുകളിൽ വിറ്റുവരവുണ്ടെങ്കിൽ അങ്ങനത്തെ എല്ലാ വലിയ കമ്പനികളും ഇന്ന് IND AS ആണ് ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ അത്തരം വലിയ കമ്പനികളല്ലാത്ത ചെറുകിട കമ്പനികൾക്ക് ഇന്നും AS ഫോളോ ചെയ്യാൻ അനുവാദമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ AS ഇല്ലാതായിട്ടൊന്നുമില്ല. ഇന്ത്യയിൽ AS ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ആരാണ് ഫോളോ ചെയ്യുന്നത്? ചെറുകിട കമ്പനികളെല്ലാം ഈ AS തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ കമ്പനികളെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും
ഇനി ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും 500 കോടിക്ക് മുകളിലൊക്കെ വിറ്റുവരവുണ്ടെങ്കിൽ അത്തരം കമ്പനികളെല്ലാം ഇൻഡ് AS ഫോളോ ചെയ്തോണം. ഇങ്ങനെയാണ് നമ്മുടെ 4 കോൺസെപ്റ്റിൻ്റെ കണക്ഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ AS എന്ന് പറഞ്ഞാൽ ഇന്ത്യ പണ്ട് കാലം മുതലേ ഫോളോ ചെയ്യുന്ന നമ്മുടെ ഓൾഡർ വെർഷൻ, നമ്മൾ അന്നിട്ടിരുന്ന പേര് ജസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് AS. അപ്പം AS1, AS2, AS3 എന്നൊക്കെ പറഞ്ഞാൽ ഓർക്കുക, ഇത് ഓൾഡർ വെർഷനാണ്. ഇതല്ല ഇന്നത്തെ ഇന്ത്യയിലെ വലിയ കമ്പനികൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ടെക്സ്റ്റിൽ എവിടെയെങ്കിലും ഇപ്പോൾ AS13 ഇങ്ങനെ കാണുമെന്ന് വിചാരിക്കുക. AS13 എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13 എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പണ്ടത്തെ വെർഷനാണ്. ഇന്നത് ഇന്ത്യയിലുള്ള ചെറിയ കമ്പനികൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പകരം ഇൻഡ് AS13 എന്നാണെങ്കിൽ ഇതാണ് ഇന്ന് ഇന്ത്യയിലെ വലിയ കമ്പനികൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്നില്ല. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മാറിയിട്ടാണ് IFRS വന്നിരിക്കുന്നത്. ഈ IFRSൽ നിന്ന് കുറേ കാര്യങ്ങൾ കടമെടുത്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ടൊക്കെ ഒന്ന് ക്ലബ്ബ് ചെയ്താണ് ഇന്ത്യയിൽ ഇൻഡ് AS ആരംഭിച്ചത്. അതായത് 2015 കൂടി. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബെറ്റർ കണക്ഷൻ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ പറ്റി ഞാൻ പഠിപ്പിക്കും. നിങ്ങൾക്കറിയാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഓൾഡർ വെർഷൻ ഓഫ് സ്റ്റാൻഡേർഡാണ്. ഇന്ന് ഇന്ത്യയിലുള്ള വൻകിട കമ്പനികളൊന്നും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നില്ല. ഇന്ത്യയിലെ ചെറിയ കമ്പനികൾ മാത്രമേ ഇന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി വേണം ഈ കോൺസെപ്റ്റ് പഠിക്കാൻ. ഓക്കെ, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ പറ്റി ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അപ്പോൾ തന്നെ മനസ്സിൽ കാണുക, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു 73 കൂടി ലോകത്താകമാനം നിലവിൽ വന്നതാണ്. പക്ഷേ 2001 കൂടി അത് ഒബ്സലേറ്റ് ആയി. അപ്പോൾ ഇന്ന് ലോകത്താകമാനം ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നൊരു കോൺസെപ്റ്റ് ആരും ഫോളോ ചെയ്യുന്നില്ല. പകരം ടീച്ചർ IFRS പഠിക്കുമ്പോൾ ഓർക്കുക, ആ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് 2001 മുതൽ ലോകത്താകമാനം IFRS എന്ന പേരിൽ വന്നത്. അപ്പോൾ ഇന്ന് ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡാണ്. പല രാജ്യങ്ങളും ഇതുപോലെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. IFRS അതേപടി ഫോളോ ചെയ്യുന്ന 140-ലധികം രാജ്യങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് ഞാൻ പറയില്ല. IFRS അതുപോലെ നമ്മൾ കോപ്പി ചെയ്തില്ല. പകരം ഇന്ത്യൻ കോണ്ടക്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് പറ്റുന്നത് പോലെ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു പുതിയ രീതിയിൽ, അതാണ് ഇൻഡ് AS ആക്കി. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന പേര്. അപ്പം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പേരിട്ടത് തന്നെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് തിരിച്ചറിയാനാണ്. വെറും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഓൾഡർ വെർഷൻ ചെറിയ കമ്പനികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നതുണ്ട്, ചെറിയ കമ്പനികൾ യൂസ് ചെയ്യുന്നു. IFRS വന്നതിന് ശേഷം IFRSൽ നിന്നും കൂടെ കടമെടുത്ത് നമ്മൾ പുതുക്കിയ ഇന്ത്യയുടെ ന്യൂ വെർഷനാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അഥവാ ഇൻഡ് AS. ഇതാണ് ഇന്ത്യയിലെ വലിയ കമ്പനികളെല്ലാം, എല്ലാ ലിസ്റ്റഡ് കമ്പനികളും. ഇനി ലിസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഒരു 500 കോടിക്ക് മേളിൽ വിറ്റുവരവുണ്ടെങ്കിൽ എല്ലാ വലിയ കമ്പനിയും, ഓൾമോസ്റ്റ് എല്ലാ വലിയ കമ്പനികളും ഇന്ന് ഇൻഡ് AS ഫോളോ ചെയ്യണം. അതിലുൾപ്പെടാത്ത ഈ വലിയ കമ്പനി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത ചെറുകിട കമ്പനികൾക്ക് വേണമെങ്കിൽ പഴയ AS അതേപടി ഫോളോ ചെയ്യാം. ഇതാണ് ശരിക്കും കഥ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ASനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കറിയാം AS എന്താണ്, ഓൾഡർ വെർഷനാണ്, ഇന്ത്യയിൽ പണ്ട് മുതലേ ഉള്ളതാണ്. ഇന്നത് അത്ര വലിയ പ്രാബല്യത്തിലൊന്നും ഇല്ല, ചില ചെറിയ കമ്പനികൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നറിയാം. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് കോളേജ് ടീച്ചർ പറയുമ്പോൾ തന്നെ അറിയാം, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പണ്ടത്തെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്, ഇന്നത് നിലവിലില്ല. അപ്പോൾ 2001 കൂടി മാറി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചാൽ മതി. IFRS എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഉണർന്നിരുന്നോണം. കാര്യം ഇന്ന് ലോകത്താകമാനം 2001 മുതൽ IFRS ഫോളോ ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളും IFRS ആസ് സച്ച് അതുപോലെ കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്ക് പക്ഷേ അങ്ങനെ കോപ്പി ചെയ്യാൻ മനസ്സ് വരാത്തത് കൊണ്ട് നമ്മൾ IFRSൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ കോണ്ടക്സ്റ്റും കൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളൊരു പുതിയ സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പേരിട്ടു. ഒരു ഇന്ത്യനും കൂടെ ചേർത്തു തിരിച്ചറിയാനായിട്ട്. അത് ഫുൾ ഫോം വരുമ്പോൾ IAS ലവന്മാർ കൊണ്ടുപോയത് കൊണ്ട് നമ്മൾ ഇന്ത്യ എന്ന് പേരിട്ടു. അതാണ് ഇൻഡ് AS, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓർ ആസ് എ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആകാൻ പോകുന്നവരായിരിക്കുമല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇതിന് രണ്ടിനുമായിരിക്കും. ഇത് രണ്ടുമാണ് ശരിക്കും ഇന്ന് ലോകത്തിലും ഇന്ത്യയിലും ശരിക്കും പ്രാബല്യത്തിലുള്ളത്. ഇവനെ മറക്കല്ലേ, ഇവനുണ്ട്. പക്ഷേ ചെറുകിട കമ്പനികൾക്ക് വേണമെങ്കിൽ AS അതേപടി ഫോളോ ചെയ്യാം. ഇപ്പോൾ ഏകദേശം മനസ്സിലായി ഈ 4 അണ്ണന്മാർ എന്താണെന്ന്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നും പറഞ്ഞ് വാചക കസരത്ത് തുടങ്ങാൻ. അല്ലാതെ ഞാൻ വന്നിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മീനിങ് ഇന്നതാണ് കേട്ടോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. കുറേ നേരം കഴിയുമ്പോൾ ഞാൻ പറയും, അതെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ,
അതല്ല കേട്ടോ ഇപ്പം. അപ്പം നിങ്ങൾ പറയും പിന്നെ അതൊക്കെ എന്തിനാണ് പഠിച്ചത്? ഇപ്പോൾ ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഓരോന്നും എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഫസ്റ്റ് ക്ലാസ് ഇത് തന്നെ ആയിരിക്കണം. ഈ 4 എന്താണ്, ഇത് തമ്മിൽ എന്താണ് കണക്ഷൻ എന്നറിയാതെ നിങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പഠിച്ച് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കാവും. ഇത് വേറെ, ഇത് വേറെ, ഇത് വേറെ, ഇത് വേറെ പഠിച്ചു വെച്ചാൽ ലാസ്റ്റ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഉണ്ട്, IFRS. ഇത് എന്തുകൂടി സംഭവം? ഇത് രണ്ടും കൂടി ഇല്ല. ഇവന് പകരമാണ് ഇവൻ വന്നിരിക്കുന്നത്. പക്ഷേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് പകരമല്ല ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇവൻ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഇതിന് പകരമല്ല ഇത് വന്നിരിക്കുന്നത്. ഇതൊരു പുതിയ രൂപമാണ്. IFRS ഇങ്ങോട്ട് എടുക്കേണ്ട. IFRS നമ്മളിനി കളഞ്ഞു എന്ന് വേണ്ട. IFRS അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് അഹങ്കാരം കാണിക്കേണ്ട. അപ്പോൾ IFRS നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ അതേപടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടേതായ രീതിയിലുള്ളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തോളാം. ഞങ്ങൾ അതിനെ IND-AS അഥവാ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പേരിട്ടിരിക്കുന്നു. അതാണ് കോൺസെപ്റ്റ്. ഓക്കെ. അപ്പോൾ ഇനി എനിക്ക് ധൈര്യമായിട്ട് ഇത് ഓരോന്നും എന്താണെന്ന് പഠിപ്പിച്ച് പോകാമല്ലോ. അപ്പോൾ അടുത്ത ക്ലാസ്സോട്ട് ഓക്കെ ആയിരിക്കുമല്ലോ. കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരാൻ പറ്റുമല്ലോ ഇത് ഓരോന്നും എന്താണെന്നുള്ളത്. ഓക്കെ.